എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ചില നിമിഷങ്ങൾ യൂണിവേഴ്സ് തന്നെ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? ഒരു അപൂർവമായ സമാധാനം, അപ്രതീക്ഷിതമായി തുറക്കുന്ന ഒരു വാതിൽ, അല്ലെങ്കിൽ എവിടെയോ നിന്ന് ലഭിക്കുന്ന ഒരു ദിവ്യമായ സഹായം. അതെ, തികച്ചും അത് യാദൃച്ഛികമല്ല. തീർച്ചയായും ഒരു ഡിവൈൻ എനർജി നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അത് യൂണിവേഴ്സ് നിധികാ ദേവിയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു സമയമാണ്. മനസ്സിലാക്കുക. ഇന്ന് നമുക്ക് ഈ ഒരു രഹസ്യം വെളിപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടെ, ഈ ക്ഷമയോടെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. യൂണിവേഴ്സ് എന്ന അനന്തമായ ബോധവും നിധികാദേവി എന്ന ദിവ്യശക്തിയും തമ്മിലുള്ള കോസ്മിക് കണക്ഷനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ ബന്ധം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറും. ആകർഷണത്തിൻ്റെ, സമൃദ്ധിയുടെ, ആത്മവിശ്വാസത്തിൻ്റെ വഴി തുറക്കും. വിശ്വസിക്കുക, വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. യൂണിവേഴ്സ് എന്താണ്? ദ ലിവിങ് കോൺഷ്യസ്നെസ്. യൂണിവേഴ്സ് എന്നത് വെറും ഒരു ആകാശമല്ല, അത് ജീവിച്ചിരിക്കുന്ന ഒരു ബോധമാണ്. അത് എല്ലായിടത്തുമുണ്ട്. നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ ശ്വാസത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ. ഓരോ ചിന്തയും ഓരോ വികാരവും യൂണിവേഴ്സിൽ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു. അതാണ് എനർജി, അതാണ് ഫ്രീക്വൻസി, അതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ യഥാർത്ഥ രൂപം. യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്നില്ല. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് അതിനാണ് യൂണിവേഴ്സ് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് സമൃദ്ധി വിശ്വസിക്കുന്നവർക്ക് യൂണിവേഴ്സ് അബൻഡൻസ് തരുന്നു, സമ്പൽ സമൃദ്ധി തരുന്നു. സംശയിക്കുന്നവർക്ക് കൂടുതൽ സംശയങ്ങൾ തന്നെ കൊടുക്കുന്നു. യൂണിവേഴ്സ് നീതിയുള്ളതാണ്, പക്ഷേ സത്യസന്ധമാണ്. ഈ നിങ്ങൾ അയക്കുന്ന വൈബ്രേഷനോട് യൂണിവേഴ്സ് പ്രതികരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തതായി നിങ്ങളെല്ലാവരും ആലോചിക്കും, ആരാണ് ഈ നിധികാദേവി എന്ന്, അല്ലേ? നിധികാദേവി ദ ഗോഡസ് ഓഫ് ഇന്നർ വെൽത്താണ്. നിധികാദേവി ദിവ്യമായ സ്ത്രീ ശക്തിയുടെ ഒരു രൂപമാണ്. നിധി എന്നത് സമ്പത്താണ്. പക്ഷേ നിധികാദേവിയുടെ സമ്പത്ത് വെറും പണം മാത്രമല്ല, അത് ആത്മീയമായ സമ്പത്ത് കൂടെയാണ്. നിധികാദേവിയുടെ നിധികൾ ജ്ഞാനം, വിശ്വാസം, സ്നേഹം, സമാധാനം, ആത്മവിശ്വാസം. ദേവി നമ്മളെ പഠിപ്പിക്കുന്നത് സമ്പത്ത് പുറത്തല്ല, അകത്ത് ആണ് എന്നാണ്. യൂണിവേഴ്സിൻ്റെ അബൻഡൻസ് ഫ്രീക്വൻസി സ്വീകരിക്കാൻ നമുക്ക് അതിനുള്ള അകത്തെ വെസൽ വേണം. നിധികാദേവി ആ വെസൽ നമുക്കുള്ളിൽ തീർക്കുന്നു. നിധികാദേവിയുടെ എനർജി ഫെമിനിൻ ഫ്ലോയാണ്. നയിക്കുന്നതല്ല, സ്വീകരിക്കുന്നതും വിശ്വസിക്കുന്നതുമാണ്. യൂണിവേഴ്സ് നമുക്ക് തരുന്നു, നിധികാദേവി അത് റിസീവ് ചെയ്യുന്നു. നമ്മൾ ദേവിയുടെ എനർജിയുമായി അലൈൻമെൻ്റ് ആയാൽ യൂണിവേഴ്സിൻ്റെ അബൻഡൻസ് നമ്മളിലൂടെ ഫ്ലോ ചെയ്യും. അതുകൊണ്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും, എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ നിധികാദേവിയോട് പ്രാർത്ഥിക്കുക. നിധികാദേവിയും യൂണിവേഴ്സും തമ്മിലൊരു കണക്ഷനുണ്ട്. ആ കണക്ഷനിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് അബൻഡൻസ്, സമ്പൽ സമൃദ്ധി ഫ്ലോ ചെയ്യും. അടുത്തത് കോസ്മിക് റിലേഷൻഷിപ്പാണ്, ഗീവ് ആൻഡ് റിസീവ്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ഗിവിങ് എനർജിയാണ്. നിധികാദേവി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് റിസീവിങ് എനർജിയാണ്. ഇവ രണ്ടും ചേർന്നാൽ കോസ്മിക് ബാലൻസ് ഉണ്ടാകും. അങ്ങനെയാണ് നമ്മുടെ ലൈഫിലോട്ട് അബൻഡൻസ് ഫ്ലോ ചെയ്യുന്നത്. സമ്പൽ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നതെന്ന് അർത്ഥം. ഈ ഒഴുക്ക് നമുക്ക് അനുഭവിക്കാനാകുന്നത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, ട്രസ്റ്റ്, സറണ്ടർ എന്ന ഫ്രീക്വൻസിയിൽ എത്തുമ്പോഴാണ്. നിധികാദേവി യൂണിവേഴ്സിൽ നിന്ന് അയക്കുന്ന ആ ഒരു പ്രഭയെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് അതിനെ നമ്മളിലൂടെ പുറത്തേക്ക് വിടുന്നു. അതാണ് സമൃദ്ധിയുടെ ചക്രം, സമ്പൽ സമൃദ്ധിയുടെ ചക്രം. യൂണിവേഴ്സ് എപ്പോഴും നമ്മളോട് ചോദിക്കുന്നു, ആർ യു റെഡി ടു റിസീവ്? നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണോ?
നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് യൂണിവേഴ്സ് ചോദിക്കുന്നു. നിധിക ദേവി നമ്മളെ അതിനുവേണ്ടി തയ്യാറാക്കുന്നു. നമ്മുടെ ഉള്ളിലെ ഭയം, സംശയം, കുറവിൻ്റെ മനോഭാവം എല്ലാം വിട്ടുകളഞ്ഞ് ദേവി പറയുന്നത് ഇതാണ്: നിങ്ങൾ തന്നെയാണ് നിധി, നിങ്ങൾ തന്നെയാണ് ആ യൂണിവേഴ്സിൻ്റെ ദിവ്യഭാഗം. അടുത്തത് ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആണ്. നിധിക ദേവിയുടെ എനർജി നമ്മളെ പഠിപ്പിക്കുന്നത് ആത്മസമ്പത്ത് കണ്ടെത്തിയാൽ ഭൗതിക സമ്പത്തും പിന്തുടരും. അതായത് നമ്മൾ ആത്മീയമായി വളർച്ച പ്രാപിച്ചാൽ, നമ്മുടെ ആത്മീയമായുള്ള സമ്പത്ത് നമ്മൾ തിരഞ്ഞെടുത്താൽ, കണ്ടെത്തിയാൽ, നമ്മുടെ ഭൗതികമായ സമ്പത്ത്, ഭൗതികമായ പുറമേയുള്ള സമ്പത്ത് നമുക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് ലഭിക്കും. അത് നമ്മളെ പിന്തുടർന്ന് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതായത് നിങ്ങളുടെ അകത്തുള്ള സമാധാനം, ആത്മവിശ്വാസം, ആത്മസ്നേഹം, ഇതെല്ലാം നമ്മുടെ യൂണിവേഴ്സിനോട് അടുക്കാനുള്ള, ഓപ്പൺ ആകാനുള്ള ഒരു കാര്യങ്ങളാണ്. പോസിറ്റീവ് എനർജീസാണ്. നമ്മുടെ മനസ്സിലെ ഭയം വിട്ടാൽ നമ്മളിലേക്ക് ഒഴുക്ക് വന്നുകൊണ്ടിരിക്കും, സമ്പത്തിൻ്റെ ഒഴുക്ക് വരും. നന്ദി പ്രകടിപ്പിച്ചാൽ യൂണിവേഴ്സ് തരുന്നത് ഇരട്ടിയാക്കും. വിശ്വാസം കൈവിട്ടാൽ യൂണിവേഴ്സ് നിങ്ങളുടെ ദിശ മറിച്ചിടും. അതുകൊണ്ട് നിധിക ദേവിയുടെ എനർജി ആക്ടിവേറ്റ് ചെയ്യാനുള്ള 3 ഘട്ടങ്ങളാണ്. 1 ഗ്രാറ്റിറ്റ്യൂഡ്, 2 ട്രസ്റ്റ്, 3 റിസീവിങ്. ഗ്രാറ്റിറ്റ്യൂഡ് നിലവിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയുക. നമുക്ക് എന്താണ് ഉള്ളത് അതിന് നന്ദി പറയുക. അതുപോലെ രണ്ടാമത്തത് ട്രസ്റ്റാണ്. യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നമ്മൾ വിശ്വസിക്കുക, യൂണിവേഴ്സിനെ നമ്മൾ വിശ്വസിക്കുക. ട്രസ്റ്റ്, യൂണിവേഴ്സിനെ നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുക. റിസീവിങ്, ഐ ആം ഓപ്പൺ എന്ന വൈബ്രേഷനിൽ ജീവിക്കുക. ഞാൻ എല്ലാം റിസീവ് ചെയ്യുന്നു, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഓപ്പണാണ്, ഐ ആം ഓപ്പൺ ദ ഡോർസ് എന്നൊക്കെ പറയുക. ഓക്കെ, എപ്പോഴും നമ്മൾ റിസീവ് ചെയ്യാൻ, സ്വീകരിക്കാൻ മനസ്സ് തുറന്നിരിക്കുക. അടുത്തത് ഞാനൊരു ചെറിയൊരു മെഡിറ്റേഷൻ പറയുകയാണ്. നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക, ആഴത്തിലുള്ള ശ്വാസമെടുക്കുക. യൂണിവേഴ്സ് നിങ്ങളുടെ മുകളിൽ, നിങ്ങളുടെ ഉള്ളിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതായിട്ട് നിങ്ങൾ കാണുക. അതിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് ഒരു സ്വർണ്ണ പ്രകാശം തെളിയുന്നു. ആ പ്രകാശം നിധികാദേവിയുടെ എനർജിയായി മാറുന്നു. നിധികാദേവിയുടെ മുഖത്ത് ഒരു ദിവ്യമായ പുഞ്ചിരി വിടരുന്നു. നിധികാദേവിയുടെ കയ്യിൽ ഒരു നിധിപാത്രമുണ്ട്. അതിൽ നിന്ന് സ്വർണ്ണ പ്രകാശം ഒഴുകുന്നു. ആ പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുന്നു. അതിനൊപ്പം നമ്മളുടെ മനസ്സ് നിറയുന്നു സമാധാനത്താൽ, ആത്മവിശ്വാസത്താൽ, കൃതജ്ഞതയാൽ. വിശ്വസിക്കുക, വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. യൂണിവേഴ്സ് നമ്മളോട് ചെവിയിൽ പറയുന്നു, യു ആർ റെഡി ടു റിസീവ്. നിങ്ങൾ റിസീവ് ചെയ്യാൻ, സ്വീകരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവൂ എന്നിങ്ങനെ പറയുന്നു. എന്നിട്ട് നമുക്കൊരു മന്ത്രം ചൊല്ലാം. ഓം നിധികായേ നമഃ, ഓം നിധികായേ നമഃ, ഓം നിധികായേ നമഃ എന്നിങ്ങനെ പറയുക. ഈ ഓരോ മന്ത്രവും യൂണിവേഴ്സിൽ തരംഗം സൃഷ്ടിക്കുന്നു. ഓരോ തരംഗവും നിങ്ങൾക്ക് അബൻഡൻസ് തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ യൂണിവേഴ്സിനും നിധികാദേവിക്കും തമ്മിൽ ഒരു രഹസ്യ ബന്ധമുണ്ട്. ഗീവ് ആൻഡ് റിസീവ് എന്ന ഡിവൈൻ ലോ. ഓക്കെ, അതിൽ വിശ്വാസം വെച്ചാൽ നമ്മൾ ജീവിതം എഫേർട്ട്ലെസ് ആയിട്ട് ഫ്ലോ ചെയ്യും. ഇതിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ കൊടുക്കുക, സ്വീകരിക്കുക, കൊടുക്കുക, സ്വീകരിക്കുക എന്നുള്ള ആ ഒരു വിശ്വാസം വെച്ചാൽ ജീവിതം ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് മുന്നോട്ട് പോകും. വളരെ സാവധാനത്തിൽ, സമാധാനത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പൽ സമൃദ്ധി, സമ്പത്തിൻ്റെ കൂടാരം, സമ്പത്തിൻ്റെ എനർജി ഒഴുകി വരും. സമൃദ്ധി എന്നുള്ളത് എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും ഒരു വിധിയാണ്. അതായത് സമൃദ്ധി നമുക്ക് വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ഓരോ വിധിക്കനുസരിച്ചാണ് നമ്മളിലേക്ക് സമ്പത്ത് വരുന്നത്. നിധികാദേവി അതിനുവേണ്ടി വഴിയൊരുക്കുന്ന ഒരു ദിവ്യശക്തിയാണ്. നമ്മളിലേക്ക് സമ്പത്ത് വരാൻ വേണ്ടി
വഴിയൊരുക്കുന്ന ഒരു ദിവ്യശക്തിയാണ് നിധികാദേവി. യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താണ്? യുവർ ടൈം ഓഫ് റിസീവിങ് ഹാസ് ബിഗൺ. ഇപ്പോൾ ശരിക്കും നമ്മൾ എന്ത് ചെയ്യുക? യൂണിവേഴ്സിനെയും നിധികാദേവിയെയും കണ്ണടച്ച് വിശ്വസിക്കുക. നിധികാദേവിയിലൂടെ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും, സമ്പത്ത്, ആയുസ്, ആരോഗ്യം, ജീവിത വിജയം, മനസ്സമാധാനം എല്ലാം ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതിന്, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സിലൂടെ നമുക്കെല്ലാതും ലഭിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ക്ലബിൽ, എൻ്റെ വാട്സപ്പ് ലിങ്ക് ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. എൻ്റെ ഇനിയുള്ള സോൾഫുൾ വീഡിയോസ് കാണുന്നതിന് വേണ്ടി എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും, എല്ലാ ബ്ലെസ്സിങ്സും, എല്ലാ അനുഗ്രഹങ്ങളും, സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം നേർന്നുകൊണ്ട് ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്.